ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് സന്ധ്യയ്ക്ക് മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പ്രശാന്തമായ ഒരു നിറചിരിയുണ്ടായിരുന്നു. മോദി മൂന്നാം തവണയും അധികാരത്തിൽ വന്നെങ്കിലോ എന്ന മുൻകൂർ ഭയം കൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം NDAക്ക് അനുകൂലമായ തൂത്തുവാരൽ പ്രവചിച്ചത് അമ്പേ പൊളിഞ്ഞ ദിവസം. BJPക്ക് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമില്ല. കഴിഞ്ഞ തവണ 303 സീറ്റ് ലഭിച്ച BJPക്ക് ഇത്തവണ ലഭിച്ചത് 239 സീറ്റുകൾ മാത്രം. NDAയിലെ കക്ഷികളെല്ലാം ചേരുമ്പോൾ 293 എന്ന കേവല ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ വെറും 52 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ് ഇത്തവണ 99 സീറ്റുകളിലേക്ക് ഉയർന്നത് ചരിത്രപരമായ മുന്നേറ്റമാണ്. ഇന്ത്യ സഖ്യം കൂടി കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ ആ സംഖ്യ 232. NDAക്ക് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായത് 293. ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും 232 എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റുകളിലേക്ക് ഇപ്പോൾ NDAയിലുള്ള അസംതൃപ്തരായ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ JDUവും നാളത്തെ പ്രഭാതത്തിൽ ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നേക്കാം. തെലുങ്ക് ദേശം പാർട്ടിയുടെയും JDUവിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാം പിന്തുണ കിട്ടിയാൽ ഇന്ത്യ സഖ്യത്തിന് അത്യാവശ്യം ഭൂരിപക്ഷത്തോടെ 5 വർഷം ഭരിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആൾബലമുള്ള നല്ല പ്രതിപക്ഷമായിരിക്കാനും ഇന്ത്യ സഖ്യം തയ്യാറായേക്കും. ഇത്തരം സൂചനകളാണ് ഇന്ന് വൈകിട്ട് ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങളെ കാണാനെത്തിയ രാഹുൽ ഗാന്ധിയുടെ മുഖത്തെ ചിരിയിലുണ്ടായിരുന്നത്. ഓർക്കുക, 10 വർഷം സകല അധികാര സാധ്യതകളെയും സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വിമർശിക്കപ്പെട്ടിട്ടും മൂന്നാമതും പുല്ല് പോലെ അധികാരത്തിലെത്തും എന്ന് കരുതപ്പെട്ടിരുന്ന ഭീമാകാരമായ ഒരു കുതിപ്പിനെയാണ് ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും നിൽക്കവിടെ എന്ന് അത്യാവശ്യം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. എങ്കിലും അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള സൂചനകൾ NDAയിൽ നിന്ന് വരുന്നു. രാഷ്ട്രപതിയെ നാളെ തന്നെ കാണുക എന്നുള്ളതും നടന്നേക്കാം. എന്തായാലും ആ ഒരു വലിയ മുന്നോട്ട് പോക്കിനെ അല്പനേരത്തേക്കെങ്കിലും വലിയ രീതിയിൽ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമല്ല. രാംലല്ലയുടെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും BJP തോറ്റ ദിവസം, ദേശീയ BJPയിൽ നിന്ന് ഏറെ വൈകി മോദിയുടെ ഒരു ട്വീറ്റ് മാത്രം വന്ന മൗനം തളം കെട്ടി നിൽക്കുന്ന രാത്രി. ഇന്നത്തെ രാത്രിയിലെ ചോദ്യം ഇതാണ്: കേവല ഭൂരിപക്ഷം വെച്ച് വീണ്ടും NDA അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനകൾ ഒരുപക്ഷെ അടുത്തയാഴ്ച സത്യാഗ്രഹം എന്ന വാക്കിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോവുകയും ചെയ്തേക്കാം. അതിനു മുമ്പേ NDAയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളവരെയും മറ്റുള്ളവരെയും ചേർത്ത് കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്തുള്ള വലിയ സംഖ്യ കാണിച്ച് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ ശ്രമം നടത്തുമോ? നാളത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് അതിനുള്ള ഉത്തരം ഉരുത്തിരിഞ്ഞു വന്നു എന്ന് വന്നേക്കാം. എന്തായാലും അങ്ങനെ ഒരു ശ്രമം നടന്നാൽ, അത് സംഭവിച്ചാൽ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ? ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ ശരീരഭാഷ കാണിക്കുന്നത് അധികാരമോഹങ്ങളില്ലാത്ത രാഹുലിനെയാണോ? കിങ് മേക്കർ എന്ന നിലയ്ക്ക് കോൺഗ്രസും രാഹുലും അണിയറയിലിരുന്ന് അരങ്ങത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയവർക്ക് വാഗ്ദാനം നൽകുമോ? മറുഭാഗത്ത് രാജ്യം വീണ്ടും സെക്യുലറായി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനയാണ് ഈ ഫലമെന്ന് മനസ്സിലാക്കി മോദിയെ ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് NDAയിലെ ഘടകകക്ഷികൾ തീരുമാനിക്കുമോ? മറ്റൊരാൾ പ്രധാനമന്ത്രിയാവണം എന്ന ആവശ്യം NDAയിൽ നിന്ന് ഉയരുമോ? തീവ്രവർഗീയത പറയുന്ന ഒരാളെ വീണ്ടും പിന്തുണയ്ക്കുന്നതിലെ അപകടം NDAയിലെ ഘടകകക്ഷികൾ ഉന്നയിക്കുമോ? RSSനും മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിനോട് വിമുഖതയുണ്ട് എന്ന നിരീക്ഷണം കൂടി ഓർക്കുക. എന്തായാലും സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചു എന്നതിനേക്കാളും CPMന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന അവസ്ഥയിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ തോന്നിപ്പിക്കുന്ന വിധം കേരളത്തിൽ ഒരു സീറ്റ് മാത്രം എന്ന ദയനീയതയെക്കാളും ഈ നിമിഷം പ്രസക്തമാവുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് രാത്രിയും നാളെയും അടുത്ത ദിവസങ്ങളിലും നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം ജനവിധി പുറത്തു വന്നതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി നോക്കാം. രാജ്യത്ത് മൂന്നാമതും സർക്കാർ ഉണ്ടാക്കാൻ BJP ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്നുള്ള സൂചനകൾ വരുന്നു. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ സഹായത്തോടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. 400+ സീറ്റ് എന്ന അവകാശവാദവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട NDA 300-ൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ പകൽ കാണിച്ചു തരുന്ന കാഴ്ചകൾ.